സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം മുടങ്ങിയ ആ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം നമ്മുടെ മാനസയുടെ മനസ്സാകെ മാറിയിട്ടുണ്ട്. അതായത് കൃഷിനെ ഇനി എന്തായാലും തൻ്റെ ഭർത്താവായിട്ട് വരത്തില്ല, അല്ലെങ്കിൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്ത മാനസയാണെങ്കിൽ ഇപ്പം ബലരാമനും മാനസയായിട്ടുള്ള ഫോട്ടോ മാച്ച് ചെയ്ത് നോക്കിയിട്ട് ഒട്ടും ചേരുന്നില്ല. കാരണം ഇവനൊരു ചതിയനാ, അതിനേക്കാളും നല്ലത് കൃഷി തന്നെ എനിക്ക് ചേരുന്നതെന്ന് പറഞ്ഞിട്ട് കൃഷിൻ്റെ ഫോട്ടോയാണെങ്കിൽ ചേർത്ത് നോക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ചുള്ളൻ ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാർക്കിട്ട് അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം നോക്കുന്ന സമയത്തും ബലരാമൻ മാനസ, ബലരാമൻ കൃഷി എന്ന് 2 പേപ്പറിൽ 4 പേപ്പർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കൃഷി മാനസ എന്ന് പറഞ്ഞ പേപ്പറാണ് അച്ഛനും അമ്മയും എടുത്തത്. അതായത് ബലരാമൻ മാനസ എന്ന പേപ്പർ രണ്ടാളും എടുത്തില്ല. അപ്പം അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹവും അതുതന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആശീർവാദം വാങ്ങി പോകുന്ന സമയത്ത് ജയമോഹൻ പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും അവൾ അത്ര ആശിച്ചതല്ലേ, ആശിച്ച കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്താലും ഞാനും അതിന് കൂടെ നിൽക്കുമെന്ന് പറയുമ്പം ഹേമയ്ക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അമ്മയെ കാണാത്തതിൻ്റെ വിഷമത്തിൽ അമ്മ തന്നോടൊരു യാത്ര പോലും പറയാതെ പോയതിൻ്റെ വിഷമത്തിലും കൺമണിയുടെ മുമ്പിൽ ഒരുപാട് സങ്കടപ്പെടുന്ന കൃഷിനെ കണ്ടിട്ട് കൺമണിയാണെങ്കിൽ പുറത്തിറങ്ങി സുജിയെ വിളിക്കുന്നുണ്ട്. കൺമണി വിളിക്കുമ്പോഴത്തേക്കും കോൾ എടുക്കുന്ന സുജിയാണെങ്കിൽ കൺമണിയുടെ നിർബന്ധപ്രകാരം നമ്മുടെ കൃഷിനോട് സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ട്. കൃഷിയാണെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും സുജിയുടെ ആ ആദ്യത്തെ ദേഷ്യം ഇച്ചിരി കുറഞ്ഞതുപോലെയാണ് തോന്നിക്കുന്നത്. എന്തായാലും നമ്മുടെ കൃഷി ഒരു പരാതി പോലെ പറയുന്നു, ആ ജയമോഹൻ അങ്കിൾ ഒരഭിപ്രായം പറഞ്ഞപ്പോൾ അച്ഛൻ അനുസരിച്ചത് പോട്ടെന്ന് വെക്കാം, അമ്മ എന്തിനാ അയാളുടെ വർത്തമാനം അംഗീകരിച്ചു കൊടുത്തത്, അയാളുടെ ഒരു വാക്കും നമ്മൾ ആരും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊരു തീരുമാനമില്ലായിരുന്നോ എന്നൊക്കെ പറയുന്ന സമയത്ത് സുജിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്ത ആ ഒരു വിഷമത്തിലാകുന്നു. കൃഷി തൻ്റെ മകനല്ലെന്നുള്ള സത്യം അറിഞ്ഞതിന് ശേഷം ജയമോഹൻ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ എടുത്ത വായിലെ അങ്ങ് സമ്മതിച്ചു കൊടുത്തതാണ്. അതേസമയം ദേവ്ജി ആണെങ്കിൽ സാഗർ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സാഗറിൻ്റെ വിഷമവും ഒരു ടെൻഷനൊക്കെ കണ്ടിട്ട് ദേവ്ജി പറയുന്നുണ്ട്, താൻ എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാലും തുറന്നു പറഞ്ഞോ, എന്താ കൃഷിനെക്കുറിച്ചുള്ള കാര്യം കാണും സുജി അറിഞ്ഞു എന്ന് വയ്ക്കുമ്പം അറിഞ്ഞു, ഞാൻ ഡോക്ടറിനോട് പറയുന്നതെല്ലാം അവൾ മറഞ്ഞെന്ന് കേട്ടായിരുന്നു, ഒടുക്കം എനിക്ക് സത്യമെല്ലാം പറയേണ്ടി വന്നെന്ന് പറയുമ്പോൾ താൻ എന്തൊരു വലിയ മണ്ടത്തരായി കാണിച്ചതെന്നറിയാമോ, വീട്ടിലുള്ള സമാധാനം കൂടി ഇപ്പം ഇല്ലാണ്ടാവത്തില്ലേ എന്ന് പറയുമ്പം കൃഷി തൻ്റെ മകനല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം സുജിക്ക് കൃഷിനോട് ഒരുപാട് അകൽച്ചയുള്ളതുപോലെ എനിക്ക് തോന്നിക്കുന്നു. ഞാനിനി എന്ത് വേണം ദേവ്ജി എന്നൊക്കെ ചോദിക്കുമ്പം ദേവ്ജി ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം മാനസയാണെങ്കിൽ ഓഫീസിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല പഴയ തൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ കൃഷിൻ്റെ കൂട്ടുകാരന് വിശ്വാസം വരുന്നില്ല, ഇവൾ ഇത്രയധികം മാറി കാണുമോ, എന്തൊരു വലിയ മാറ്റമാണ് മാനസയുടെ എന്ന് പറയുമ്പം മാനസ ആൾ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അവൾ പുറമെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നാണെങ്കിൽ ദേവ്ജി തറപ്പിച്ച് പറയുന്നുണ്ട്. അതേസമയം ധനലക്ഷ്മിയും അമ്മയും കൂടെ ചില പ്ലാനൊക്കെ തയ്യാറാക്കുന്നു. അതായത് മുക്കുപണ്ടത്തിന് പകരം ഒറിജിനൽ സ്വർണം സാഗറിൻ്റെ വീട്ടിൽ നിന്ന് കൺമണിക്കായിട്ട് കൊണ്ടുവന്ന് കൊടുത്ത ആ ഗിഫ്റ്റ് മേടിക്കാനാണെന്ന് തോന്നുന്നു അമ്മയുടെയും മോളുടെയും പ്ലാൻ. ഇതിനെപ്പറ്റി ചോദിക്കാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞ് ധനലക്ഷ്മിയുടെ അമ്മയാണെങ്കിൽ ധനലക്ഷ്മിയെ കുത്തിത്തള്ളി വിടുന്നുണ്ട് ശ്രീനിവാസൻ്റെ അടുത്തേക്ക്. ഇനി ഇതൊക്കെ കേട്ടിട്ട് ശ്രീനിവാസന് വിഷമമാകുമോ, ഇനി എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരിക്കാം. എന്തായാലും കൃഷിയും കൺമണി ഒരല്പം ഓക്കെയാണ്. കാരണം സുജി ഒന്ന് വിളിച്ചപ്പോഴത്തേക്കും കൃഷിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം സുജിയുടെ ഇന്നത്തെ പെരുമാറ്റം എന്താകുമെന്ന്. ഇപ്പം തന്നെ സുജി ആകെ തകർന്നു, കൃഷിനെ അങ്ങനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ കൃഷിനെ മകനായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കൂടെ കൂട്ടാനും പറ്റാത്ത അവസ്ഥയിൽ സുജിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.